നമസ്കാരം. ശൈലജ ടീച്ചർക്ക് സപ്പോർട്ടുമായി വന്ന് വീണ്ടും എയറിലായിരിക്കുകയാണ് ആര്യ രാജേന്ദ്രൻ. ശൈലജ ടീച്ചർക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ RMP നേതാവ് ഹരിഹരനെതിരെ മേയറിട്ട പോസ്റ്റിന് താഴെയാണ് മലയാളികൾ ഒന്നടങ്കം പണി കൊടുത്തത്. ഹരിഹരൻ മഞ്ജു വാര്യരെയും ശൈലജ ടീച്ചറിനെയും അധിക്ഷേപിച്ചത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. നിയമ നടപടി സ്വീകരിക്കുക തന്നെ വേണം. പക്ഷേ ഇവിടെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞ് കരയാൻ മേയറെ പോലുള്ള ഡിഫിക്കാർക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ഇതൊക്കെ പറയാൻ പറ്റിയ ടീംസ് തന്നെയാണ്. ഏത് സ്ത്രീകളുടെ മാനം തെരുവിൽ വലിച്ചിഴക്കപ്പെട്ടപ്പോഴാണ് ഡിവൈഎഫ്ഐ ഇതിനു മുൻപ് പ്രതികരിച്ചിട്ടുള്ളത്? ഇതേ ഡിവൈഎഫ്ഐയിലെ യുവതികളെ പാർട്ടിയിലെ തന്നെ നെറികെട്ടവന്മാർ കയറി പിടിച്ചപ്പോൾ, പാർട്ടി ഓഫീസിലിട്ട് പീഡിപ്പിച്ചപ്പോൾ എന്ത് നടപടിയാണ് എടുത്തിട്ടുള്ളത്? ആ യുവതിയെ ഭീഷണിപ്പെടുത്തി പരാതിയില്ല എന്ന് പറയിച്ചവരാണ് ഇപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി വന്നിരുന്ന് മൂങ്ങുന്നത്. തന്തയില്ലാത്ത കൊച്ചിനെ പ്രസവിപ്പിക്കുമെടി എന്ന് സഹപാഠിയോട് അങ്ങേയറ്റം മോശമായി പെരുമാറിയ ആർഷോയെ SFI സംസ്ഥാന സെക്രട്ടറിയാക്കി വാഴിച്ചപ്പോൾ ആര്യയുടെ വായിൽ ബണ്ണായിരുന്നു. വിജയരാഘവൻ രമ്യ ഹരിദാസിനെ അധിക്ഷേപിച്ചപ്പോൾ മേയറമ്മ ഉറങ്ങിപ്പോയോ? നിങ്ങളുടെ തലമുതിർന്ന നേതാവ് MM മണി സ്ത്രീകളെ നിരന്തരം ആക്ഷേപിക്കുമ്പോഴൊക്കെ എവിടെയായിരുന്നു ആര്യയുടെ സ്ത്രീപക്ഷ നിലപാടുകൾ? എന്റെ MM മണിയോട് പോക്കിത്തരം പറയരുത് എന്ന് ആര്യ രാജേന്ദ്രൻ പറഞ്ഞില്ല? CPI നേതാവ് ആനി രാജയോട് മണി പറഞ്ഞത് ഒരുത്തിയുണ്ട്, അവരങ്ങ് ഡൽഹിയിലിരുന്ന് ഉണ്ടാക്കുകയാണ് എന്നാണ്. മണിക്കെതിരെ നിയമ നടപടി വേണമെന്ന് എന്തുകൊണ്ട് അന്ന് ആര്യ വാദിച്ചില്ല? അവിടെയൊന്നും പ്രതികരിക്കാത്തവൾ ഇവിടെ വന്നിരുന്ന് പിന്നെ ഗീർവാണം അടിക്കുന്നത് എന്തിനാണ്? സഖാക്കൾ ആരെയും അധിക്ഷേപിക്കും, സ്ത്രീ വിരുദ്ധത പറയും, വേണമെങ്കിൽ കയറി പിടിക്കും, അല്ലെങ്കിൽ പീഡിപ്പിച്ചെന്നും ഇരിക്കും. അപ്പോഴൊക്കെ സഖാത്തികൾ അങ്ങ് കൂട്ടുനിന്ന് കൊടുക്കണം. ഇങ്ങനെ നീളുന്നു ആര്യയുടെ പോസ്റ്റിനു താഴെയുള്ള മലയാളികളുടെ ഉശിരൻ കമന്റുകൾ. ആര്യയ്ക്ക് വയറ് നിറച്ച് തന്നെ കിട്ടിയിട്ടുണ്ട്. ഉപദേശിക്കാൻ എല്ലാം തികഞ്ഞൊരു ടീം തന്നെയാണല്ലോ ഡിവൈഎഫ്ഐ എന്നും ശശിയെ എടുത്ത് തലയിൽ വെച്ചിട്ട് തന്നെ സ്ത്രീത്വത്തിന് വേണ്ടി വാദിക്കണമെന്നും ചിലർ പറയുന്നു. പവിത്രതയുടെയും സഖാത്തികളുടെയും തങ്കക്കുടമായ മണിയാശാൻ പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കുമല്ലേ സഖാത്തി? ഹരിഹരനല്ല ഏത് ഹരിചന്ദ്രന്മാർ വന്ന് സ്ത്രീകളെ അപമാനിച്ചാലും പൊതുജനം സപ്പോർട്ട് ചെയ്യില്ല. ഹരിഹരൻ നാക്കുപിഴ എന്ന് പറഞ്ഞ് മാപ്പെങ്കിലും പറഞ്ഞു. എന്നാൽ ബാലന്റെ കണ്ടെത്തലിൽ തീവ്രത കുറഞ്ഞ് സ്ത്രീപീഡനം നടത്തിയ ശശിയെ പാർട്ടിയിൽ തിരിച്ചെടുത്ത് കാരണഭൂതൻ നിയമിച്ചതിന് ഒന്നും പറയാനില്ലേ ആര്യെ? സ്ത്രീകളുടെ സുരക്ഷയുടെ അട്ടിപ്പേരവകാശം നിങ്ങൾക്ക് ആരാണ് തന്നത്? ലേശം ഉളുപ്പ് വേണം. എന്റെ പൊന്നു മേയറമ്മേ, വെറുതെ കയറി ചെന്ന് പണി മേടിക്കണമായിരുന്നു. ഇങ്ങനെ നീളുന്നു ആര്യവധം. ആര്യേച്ചി ഫേസ്ബുക്കിൽ കുറിച്ച തള്ള് ഇങ്ങനെയാണ്: മര്യാദയുടെ സകല സീമകളും ലംഘിച്ചുകൊണ്ട് ഒരു തിരഞ്ഞെടുപ്പ് കാലം വടകരയിൽ വർഗീയ സ്ത്രീവിരുദ്ധ ശക്തികളുടെ കൂത്തരങ്ങാക്കി മാറ്റിയ UDF ജാള്യത മറക്കാനായി നടത്തിയ പരിപാടി പോലും അതിലേറെ സ്ത്രീവിരുദ്ധ സമ്മേളനമായാണ് അവസാനിച്ചത്. ഹരിഹരൻ നടത്തിയ പ്രസംഗം സാംസ്കാരിക കേരളത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ്. കേരളത്തിലെ ഏറെ ബഹുമാനിക്കപ്പെടുന്ന സ്വപ്രയത്നത്താൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരികളെ പോലും RMP UDF നേതൃത്വം എത്രമാത്രം നികൃഷ്ടമായ കണ്ണുകളോടുകൂടിയാണ് കാണുന്നത് എന്ന് തെളിയിക്കുന്നതാണ് ഈ പ്രസംഗം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം നിർവഹിച്ച ഷാഫി പറമ്പിൽ അനുകൂല പരിപാടിയിലാണ് ഇത്രയും ഹീനമായ ഒരു സ്ത്രീ വിരുദ്ധ പ്രസ്താവന ഉണ്ടായത്. KK രമ MLAയുടെ സാന്നിധ്യത്തിലാണ് RMP നേതാവ് ഇത്രയും വൃത്തികെട്ട നിലയിൽ സ്ത്രീവിരുദ്ധ പ്രസ്താവന നടത്തിയത്. ശ്രീമതി KK രമ ഇതിനോട് പ്രതികരിക്കണം. ശൈലജ ടീച്ചറെയും മഞ്ജു വാര്യരെയും അപമാനിച്ച ഹരിഹരനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. ഇങ്ങനെയായിരുന്നു ആര്യയുടെ കുറിപ്പ്.